നമസ്കാരം. നമുക്ക് ഇന്ന് വീട്ടിലുള്ള പൊന്നി അരി വെച്ചിട്ട് എങ്ങനെയാണ് ചിക്കൻ റൈസ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ഗ്ലാസ് അരി കുക്കറിലേക്ക് നമുക്ക് വേഗം വയ്ക്കാം. ഒരു 3 വിസിൽ മാത്രം ഇട്ടതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഒരു 100 ഗ്രാം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിന് ചിക്കൻ 65 മസാല, പിന്നെ കുറച്ച് ഗരം മസാല, അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ മാവ്, അതായത് ചോളത്തിൻ്റെ മാവ്, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ അത് നല്ലവണ്ണം മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മാറ്റി വെച്ചാക്കാം. പിന്നെ അരമണിക്കൂറിന് ശേഷം നമുക്ക് ആ ചിക്കനെ കുറച്ചായിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ ഈ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ക്യാബേജ്, പച്ചമുളക്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ് ഇതാണ് ഞാൻ എടുത്താക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ചിക്കനെ ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം, പൊരിച്ച ചിക്കനെ. പിന്നെ ഒരു 4 മുട്ട നമുക്ക് ആവശ്യമുണ്ട്. ഈ മുട്ടയെ നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ചിക്കിയെടുക്കാം. ഒരുപാട് ചെറുതായി പോവേണ്ട. പിന്നെ ഒരു വലിയ ഉരുളി എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഇത് ഒരുപാട് നേരം വെന്ത് പോവേണ്ട ആവശ്യമില്ല. കുറച്ച് മാത്രം, അതായത് ഒരു ഹാഫ് ബോയിൽ മാത്രമായാൽ മതി. ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഈ വെജിറ്റബിൾസിനെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ചിരുന്ന ചോറുണ്ടല്ലോ, അത് നല്ലൊക്കെ തണുത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസും, ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ ആവശ്യത്തിനുള്ള 1.5 ടീസ്പൂണുള്ള ഒരു ടൊമാറ്റോ സോസും കൂടെ ഞാൻ അതിനകത്തേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ട എടുത്തിട്ടിട്ട് അതിനുശേഷം ചിക്കൻ പൊരിച്ചതും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ മായങ്ങളൊന്നുമില്ലാതെ നല്ലൊരു ചിക്കൻ റൈസ് ചെയ്തെടുക്കാം. ഓക്കെ, ബൈ.